നവീൻ ബാബുവിൻ്റെ കുടുംബവും കേരളത്തിലെ പ്രതിപക്ഷവും ആരോപിച്ചതുപോലെ ആ മരണത്തിന് ഉത്തരവാദി CPMന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയാണ്. ഗവൺമെൻറ് നിയോഗിച്ച ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് വളരെ ഗൗരവത്തോടു കൂടി അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഗൂഢാലോചന നടത്തി ആസൂത്രണം ചെയ്തിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയത്. ഒരാളുടെ മരണത്തിന് ഒരു ഡെപ്യൂട്ടി കളക്ടറായി ADM ആയിരുന്ന ഒരാൾ ആത്മഹത്യ ചെയ്യാനുള്ള സമ്മർദ്ദം ഉണ്ടാക്കി. വളരെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കളക്ടറുമായിട്ട് കൂടിയാലോചിച്ച് വിളിക്കപ്പെടാത്തൊരു സദസ്സിൽ ചെന്ന് അദ്ദേഹത്തെ അപമാനിച്ച് അത് പ്രത്യേകമായൊരു വീഡിയോയിലെടുത്ത് ആ വീഡിയോയുടെ ഫുട്ടേജ് വാങ്ങിച്ച് അത് വ്യാപകമായി പ്രചരിപ്പിച്ച് സത്യസന്ധനായ ഒരു കൈക്കൂലി പോലും ഈ കേസിൽ വാങ്ങിക്കാത്ത ഒരാളെന്ന് ഈ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യനെ അധിക്ഷേപിച്ച് അപമാനിച്ച അയാളെ ആത്മഹത്യയിലേക്ക് വഹിക്കുകയുണ്ടായി. അവരോട് ഈ CPM എന്താണ് ചെയ്തത്? ഈ ഗവൺമെൻറ് എന്താ ചെയ്തത്? അവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് പുറത്താക്കി. ഈ ME ഗോവിന്ദൻ അവരുടെ വീട്ടിൽ പോയി പറഞ്ഞു, നിങ്ങളോടൊപ്പമാണ് ഞങ്ങളെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ഇതിലെ പ്രതിയായ PP ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജയിലിൽ സ്വീകരിക്കാൻ ME ഗോവിന്ദൻ ആരെയാണ് പറഞ്ഞു വിട്ടത്? സ്വന്തം സഹധർമ്മിണിയെ പറഞ്ഞു വിട്ടു. എന്ത് മെസ്സേജാണ് CPM ഈ ഗവൺമെൻറ്റും കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്തത്? എന്ത് മെസ്സേജാണ് കൊടുത്തത്? ഞാനൊരു ഗുരുതരമായൊരു ചോദ്യം ഉയർത്തിയിരുന്നു. പെരിയാരം മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരനായ പ്രശാന്തൻ്റെ ഒന്നും അല്ല ഈ പമ്പ്. പ്രശാന്തന് ആ പമ്പ് കോടിക്കണക്കിന് രൂപ വേണം. ആ സ്ഥലവും എല്ലാം കൂടി ആ പമ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ വേണം. പ്രശാന്തൻ്റെ അല്ല പമ്പ്. ഈ പമ്പ് ആരുടേതാണ് എന്നുകൂടി പോലീസ് അന്വേഷണത്തിൽ വെളിപ്പെടണം, പുറത്തു വരണം. പമ്പ് ആരുടെ, ആർക്ക് വേണ്ടിയിട്ടാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇത്ര വാശിയോടുകൂടി? ആ ഉദ്യോഗസ്ഥൻ ഒരു നടപടിക്രമവും തെറ്റിച്ചിട്ടില്ല, ഒരു ദിവസത്തെ കാലതാമസം വന്നിട്ടില്ല. അപ്പോൾ റോക്കറ്റ് വേഗതയിൽ ഈ പമ്പിൻ്റെ NOC കിട്ടണം എന്നുള്ള വാശി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് ഉണ്ടാകാൻ കാരണം എന്താ? അവർ ജയിലിലായപ്പോൾ അവരെ എന്തിനാണ് CPM നേതാക്കൾ ഭയപ്പെട്ടത്? അവരെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പ്രധാനപ്പെട്ട ആളുകളെ പറഞ്ഞു വിട്ട് അവരെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. കാരണം അവർക്കറിയാവുന്ന രഹസ്യം പുറത്തു പറഞ്ഞാലും പാർട്ടി അപകടത്തിലാവും. അപ്പോൾ ഇതിൻ്റെ പുറകിലൊരു ഷെയ്ഡി ഏർപ്പാട് ഉണ്ട്. ആ പമ്പ് ആരുടേതാണ്? ആരുടെ ബിനാമി പണമാണ് ആ പമ്പ്? അവർ കൂടി ഈ മരണത്തിൽ ഉത്തരവാദികളാണ്. ആ യാഥാർത്ഥ്യം കൂടി പുറത്തു വന്ന് എല്ലാവരും അത് മൂടി വയ്ക്കുക. പ്രശാന്തൻ്റെ പമ്പല്ലെന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. പ്രശാന്തന് അതിനൊന്നുള്ള ശേഷിയില്ല. പ്രശാന്തൻ ബിനാമിയാണ്. ആ പമ്പ് ആരുടേതാണ് എന്നുകൂടി CPMും ഗവൺമെൻറ്റും വ്യക്തമാക്കണം. ഈ നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്ന ഇത്ര ഒരു ഉയർന്ന സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ മരണത്തിന് ഇടയാക്കിയ ഈ ക്രൂരമായ സംഭവത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടിയെടുക്കണം. ഇവിടെ അവരെ സംരക്ഷിച്ചു നിർത്തുന്ന CPMും പ്രതിക്കൂട്ടിലാണ്, ഭരണകക്ഷിയും പ്രതിക്കൂട്ടിലാണ്. അന്വേഷണത്തിന്റെ ഭാഗമാകണമല്ലോ ഈ റിപ്പോർട്ട്. പോലീസ് അന്വേഷിച്ചാൽ ഇതേ വിവരമല്ലേ കിട്ടേണ്ടത്? ഇത് ആ കുടുംബവും പറഞ്ഞത് ഇത് തന്നെയാണ്, ഞങ്ങളും പറഞ്ഞത് ഇത് തന്നെയാണ്. അത് വ്യക്തമായി. അല്ല, അട്ടിമറി നമുക്ക് നോക്കാമല്ലോ. നമ്മൾ കേരളത്തിൽ നമ്മളൊക്കെ ജീവിച്ചിരിക്കുകയല്ലേ എല്ലാവരും. അങ്ങനെ ഈ കേസ് അട്ടിമറിക്കപ്പെടുമെന്ന് നമുക്കൊന്ന് കാണണമല്ലോ. നമ്മൾ നോക്കുമല്ലോ, നമ്മളൊക്കെ സൂക്ഷ്മതയോടുകൂടി. നിങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളെല്ലാവർക്കും കൂടി നോക്കാം. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. എന്നാലും ഗവൺമെന്റ് പോലീസ് അന്വേഷിക്കണമല്ലോ. പോലീസിന്റെ ഉത്തരവാദിത്വമാണല്ലോ അത്. പോലീസ് ആരെങ്കിലും രക്ഷിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് അപ്പം നോക്കാം. യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെട്ടല്ലോ. ഇത് സർവീസ് സംബന്ധമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അവർ പോണ വഴിക്ക് കയറിയതല്ല എന്ന് വ്യക്തമായി. ഇയാളെ അപമാനിക്കണമെന്നുള്ള ഗൂഢാലോചന നേരത്തെ നടത്തി എന്ന് വ്യക്തമായി. അവരവിടെ വന്ന് സംസാരിച്ച വിഷയം വീഡിയോയിൽ എടുത്തു എന്ന് വ്യക്തമായി. അവർ തന്നെ പറഞ്ഞിട്ടാണ് കണ്ണൂർ വിഷൻ എടുത്തതെന്നുള്ള മൊഴിയുണ്ട്. ആ വീഡിയോയുടെ ഫുട്ടേജ് ഇവർ വാങ്ങിച്ച് ഇവർ തന്നെ പ്രചരിപ്പിച്ചു എന്ന്. അപ്പോൾ ഒരു സീരീസ് ഓഫ് സീക്വൻസ് ആണ് അല്ലേ, ഒരു പരമ്പര തന്നെയാണ്. ഗൂഢാലോചന തുടങ്ങി ഇയാളെ അപമാനിച്ച് ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് നാട് കടത്തണം എന്ന് തീരുമാനിക്കണം. അഹങ്കാരത്തിൻ്റെ ആൾരൂപങ്ങളായി മാറുകയാണ് ഈ ഭരണത്തിൻ്റെ തണലിരുന്നുകൊണ്ട് എല്ലാവരും പാർട്ടിക്കാർ. എന്നിട്ട് ആ പാർട്ടിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്താണ് പാർട്ടി ആദ്യം പറഞ്ഞത്? പിന്നെ എല്ലാവരുടെയും സമ്മർദ്ദം കൊണ്ടല്ലേ അവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് പോലും മാറ്റിയത്, അവർ അറസ്റ്റ് ചെയ്യപ്പെടാൻ നിർബന്ധിതരായത് അല്ലേ? അപ്പോൾ ഇനിയും അത് കുറ്റവാളികൾക്കെതിരായി നടപടിയെടുക്കണം. ഒന്നിലേറെ കുറ്റവാളികളുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
തീർച്ചയായിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് കോടതി ആ തീരുമാനം നിരസിച്ചത് എന്നെനിക്കറിയില്ല. നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കില്ല എന്നുള്ള അവരുടെ ഉത്കണ്ഠ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. എന്താ സംശയം? ആ കുടുംബത്തിന്റെ ഉത്കണ്ഠയാണ്, ഞങ്ങളുടെയും ഉത്കണ്ഠ കൂടിയാണത്. പൊതുമേഖലയിൽ സ്വകാര്യ നിക്ഷേപം അനുവദിക്കാനാണ് ഇപ്പോൾ സിപിഎമ്മിന്റെ തീരുമാനം. ഇത് സിപിഎമ്മിന്റെ നയം പൂർണ്ണമായും മാറുകയാണോ? സമ്മേളനം തീർന്നിട്ട് ഞാൻ വിശദമായിട്ട് പറയാം. നയരേഖയല്ലത്, ഞാൻ പറഞ്ഞല്ലോ, അത് അവസരവാദ രേഖയാണ്. അതാണ് അവസരവാദം എന്ന് പറയാൻ. അതിന്റെ വേറൊരു വാക്കാണ് അവസരവാദം. കാലത്തിനൊത്ത മാറ്റം എന്ന്. അങ്ങനെയാണ് ഇവരെല്ലാം തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ ഇവർ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതകാലത്ത് മുഴുവൻ പറഞ്ഞത് മുഴുവൻ തിരുത്തിക്കൊണ്ടിരിക്കുക. ഈ ആളുകൾ ഈ നാട് മുഴുവൻ സമരം ചെയ്ത് കുട്ടിച്ചോറാക്കി കുളമാക്കിയ ആളുകളാണ് ഇവർ. എന്നിട്ട് ഇവരിപ്പോൾ തിരുത്തുവാണ് അവരുടെ സൗകര്യം വരും. പിന്നെ ഒരു നാട് മുഴുവൻ സാമ്പത്തികമായി തകർത്ത് തരിപ്പണമാക്കി. ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്. എല്ലാ സാധനങ്ങളും സ്തംഭിപ്പിച്ചു. ഒരു ട്രഷറിയിലൊക്കെ പൂർണ്ണമായ നിയന്ത്രണമാണ്. എന്നിട്ട് ഇവരുടെ ദുർഭരണം കൊണ്ട്, ഇവരുടെ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് കൊണ്ട് കേരളത്തെ തകർത്തതിന് ശേഷം ഇനി ഇവർ നയം മാറ്റത്തിലൂടെ സെസ് ഏർപ്പെടുത്തി, ഫീസ് ഏർപ്പെടുത്തി നമ്മളെ കൊല്ലാൻ വരുവാണ്. വീണ്ടും സാധാരണക്കാരായ മനുഷ്യരുടെ മീതെ വീണ്ടും ഫീസ് ഏർപ്പെടുത്തുകയാണ്. ഇവരുടെ ദുർഭരണത്തിന് ബലിയാടാകുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ്. ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാതെ മനുഷ്യർ നിൽക്കുമ്പോഴാണ് വീണ്ടും സെസ്, വീണ്ടും നികുതി, വീണ്ടും ഫീസ് കൂട്ടുക. ഇവരുടെ ദുർഭരണത്തിന്റെ ഇരകൾ സാധാരണക്കാരാണ്. എന്നിട്ട് ആ സാധാരണക്കാരിൽ നിന്ന് തന്നെ ഇവർ പെൻഷൻ കൊടുക്കാത്ത ആളുകൾ, ക്ഷേമനിധി കൊടുക്കാത്ത ആളുകൾ, ഇവർ ആനുകൂല്യങ്ങൾ കൊടുക്കാത്ത ആളുകൾ, ആരോഗ്യ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടവർ, ആ പാവങ്ങളിലെ ഇന്ന് വീണ്ടും സെസ് മേടിക്കാനും ഫീസ് മേടിക്കാനും പോവുകയാണ്. നമുക്ക് സമ്മേളനം കഴിയട്ടെ, സമ്മേളനം കഴിഞ്ഞ് ഈ രേഖ ഇറങ്ങട്ടെ. അതൊക്കെ നോക്കാമല്ലേ, അതൊക്കെ അവരുടെ ആഗ്രഹമല്ലേ. ഒരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെ ആഗ്രഹിക്കുന്നതിലോ സ്വപ്നം കാണുന്നതിലോ ഒന്നും ഒരു തെറ്റുമില്ല. അടുത്ത പ്രാവശ്യം തോറ്റുപോട്ടെ എന്നൊരു സംസ്ഥാന സമ്മേളനത്തിന് തീരുമാനിക്കാൻ പറ്റുമോ? തോറ്റുപോകുമെന്ന് ഉറപ്പുണ്ടെങ്കിലും അങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ? അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. ഇത് അല്ല, നയത്തിൽ എല്ലാ കാര്യത്തിലും നയത്തിൽ മാറ്റം വരുത്തുന്നത് നല്ലതല്ല. ഇത് വിൽപ്പന കൂടിയാവും. ഞാൻ ചോദിക്കട്ടെ, ഡൽഹിയിൽ എന്താണ് നടക്കുന്നത്? ഡൽഹിയിൽ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നടക്കുന്നത് വിൽപ്പനയാണ്. ഞാൻ പറയല്ലോ, ഇവർ ലെഫ്റ്റ് അല്ലല്ലോ, ഇവർ തീവ്ര വലതുപക്ഷ ലൈനാണ്. അല്ലല്ല, യു പി ഒന്നും നടത്തിയിട്ടൊന്നുമില്ല, യു പി ഒന്നും നടത്തിയിട്ടില്ല. ഇവർ വന്നതിന് ശേഷമാണ്, BJP ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ആ വിൽപ്പനയ്ക്ക് വെച്ചത്. ഇവർ ലെഫ്റ്റ് അല്ല എന്ന് ഞാനല്ലേ എപ്പോഴും പറയാറ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇവർ ഒരു ഇടതുപക്ഷമല്ല, ഒരു കമ്മ്യൂണിസ്റ്റും അല്ല, ഇവർ തീവ്ര വലതുപക്ഷ നിലപാടാണ്. ഇവർ പ്ലാനിങ് വിട്ടു പ്രോജക്റ്റിലേക്ക് പോവാണ്. സംഘപരിവാർ ഗവൺമെന്റ് ചെയ്യുന്നത് പോലെ കംപ്ലീറ്റ് ചെയ്യാണ്. കോൺഗ്രസിന്റെ പ്ലാനിങ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സെന്റർ തന്നെ ലെഫ്റ്റ് ആയിരുന്നു. ഞങ്ങൾ സെൻട്രിസ്റ്റുകൾ എന്നല്ലേ പറയണം, ഞങ്ങളുടെ സെന്റർ തന്നെ ലെഫ്റ്റ് ആയിരുന്നു. എല്ലാ തീരുമാനങ്ങളും ലെഫ്റ്റ് ആയിരുന്നു. ഞങ്ങളല്ലേ ഏറ്റവും വലിയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, NRHM ആ പദ്ധതി കൊണ്ടുവന്നത്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ കൊണ്ടുവന്നത്, റൈറ്റ് ടു ഫുഡ് കൊണ്ടുവന്നൊക്കെ ഞങ്ങളല്ലേ. ഞങ്ങളെവിടെ വലതു? ഞങ്ങൾ ആയിരുന്നു ശരിക്കും ഇടതുപക്ഷം. അല്ലല്ല, അതവർ പറയുമല്ലോ, അത് തീവ്ര വലതുപക്ഷ ലൈൻ എന്ന് പറയുന്നത് അതാണ്. ഈ സർക്കാരിനെ വിമർശിച്ചാൽ അവർ ദേശവിരുദ്ധരാവും, BJPയുടെ ലൈനാണ്. ഇവിടെ സർക്കാരിനെ വിമർശിച്ചാൽ സംസ്ഥാന വിരുദ്ധരാവും. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ചേട്ടന്റെ പുറകെ പോവുകയാണ് അനിയൻ, അണ്ണനും തമ്പിയാണ്. അണ്ണന്റെ പുറകെ തമ്പി പോയിക്കൊണ്ടിരിക്കുകയാണ്, കേരളത്തിലെ തമ്പി മറ്റേ അണ്ണന്റെ പുറകെ. അതാണ് നടക്കുന്നത്. സംശയം എന്താ? നെഹ്റുവിന്റെ കാലം മുതൽ ഞങ്ങളല്ലേ ലെഫ്റ്റ്. ബാങ്ക് നാഷണലൈസേഷൻ നടത്തിയത് ഞങ്ങളാണ്. എല്ലാ കാര്യങ്ങളും ഈ റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട്, ഇവിടെ ആരൊക്കെ പറയണ്ടല്ലോ, റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് കൊണ്ടുവന്ന് ന്യായമായ നഷ്ടപരിഹാരം പാവങ്ങൾ, വികസനത്തിന് വേണ്ടി സ്ഥലമെടുക്കുന്ന ആളുകളെ തെരുവിലേക്ക് അയക്കാതെ അവർക്ക് ന്യായമായ നഷ്ടപരിഹാരം കൊണ്ട് ഞങ്ങളാണ് ലെഫ്റ്റായിട്ടുള്ള എല്ലാ തീരുമാനവും എടുത്തുള്ളത്. കുലാക്കുകളുടെയും കോർപ്പറേറ്റുകളുടെയും പോക്കറ്റിലായിരുന്ന ഇന്ത്യയിലെ ബാങ്കുകളെ ദേശസൽക്കരിച്ചത് ആരാ? ഇന്ദിരാഗാന്ധിയല്ലേ. എല്ലാം ചെയ്ത് ഞങ്ങളാണ് യഥാർത്ഥ ലെഫ്റ്റ്. ഇവർ റൈറ്റ് എക്സ്ട്രീം തീവ്ര വലതുപക്ഷം ലൈനാണ്. BJP പോലും നാണം കെട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഇവരുടെ മുമ്പിൽ. ആ ലൈനാണ്. അതാണ് അവസരവാദ രേഖ എന്ന് പറയുന്നത്. സൗകര്യത്തിനനുസരിച്ച് മാറ്റി പറയുക. ഞാൻ ചോദിക്കട്ടെ, സീതാറാം യെച്ചൂരി രേഖ വായിച്ചെന്ന് എന്നോട് പ്രകാശ് കാരാട് ചോദിച്ചത്. ഞാൻ സീതാറാം യെച്ചൂരിയുടെ ഫാസിസത്തിനെതിരായിട്ടുള്ള ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണ് എന്ന നിലപാടായിരുന്നു സീതാറാം യെച്ചൂരിക്ക്. സീതാറാം യെച്ചൂരിയുടെ നിലപാട് വ്യക്തിപരമായ നിലപാടല്ലല്ലോ.
പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ നിലപാട്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ പ്രകാശ് കാരാട്ട്, ആ ചുമതല വഹിക്കുന്ന പ്രകാശ് കാരാട്ട് എങ്ങനെയാണ് ലൈൻ മാറ്റുന്നത്? അത് ഫാസിസ്റ്റും അല്ല, നവഫാസിസ്റ്റും അല്ല. ആകാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യയിലെ ബി ജെ പി എതിർക്കുന്ന എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒറ്റ വാക്കിലാണ് പറയുന്നത്, ഒറ്റ നാവ്. എന്താ? ഇത് ഫാസിസ്റ്റ് ഭരണമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഇപ്പോൾ CPM മാത്രം പറയുന്നു ഫാസിസം അല്ല, നവഫാസിസം ഇല്ല, ആകാൻ ചാൻസ് ഉണ്ട്. അതിനേക്കാൾ വലിയ സർട്ടിഫിക്കറ്റ് മോഡി സർക്കാരിന് കൊടുക്കേണ്ട കാര്യം എന്താ? മോഡി സർക്കാരിനൊരു ഗുഡ് സർട്ടിഫിക്കറ്റാണ് കൊടുത്തിരിക്കുന്ന CPM. അത് കേരളത്തിലെ പിണറായി വിജയൻ അടക്കമുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുടെ ഭീഷണിപ്പെടുത്തലിലാണ് അത് വഴങ്ങിയിരിക്കുന്നത്. പ്രകാശ് കാരാട്ട് ആ ഗ്യാങ്ങിലാണ്, ഇവരുടെ കൂടെയാണ്, ഇവർ പറഞ്ഞ കേൾക്കുന്നത്. അതാണ് പ്രശ്നം.